സുവിശേഷത്തിൻ ദീപതെളിച്ചം ആത്മാർപ്പണം വചനം സത്യം ജീവദായകം വചനം സത്യം ജീവദായകം വചനം സത്യം ജീവദായകം അധ്വാനിപ്പവർത്തൻ സിരകളിലൊഴുകും ജീവൻ പകരും ദിവ്യഭോജനം അധ്വാനിപ്പവർത്തൻ സിരകളിലൊഴുകും ജീവൻ പകരും ദിവ്യഭോജനം അതിരുകൾ ഭേദിക്കും സ്നേഹത്തിൻ്റെ രശ്മികൾ ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം അതിരുകൾ ഭേദിക്കും സ്നേഹത്തിൻ്റെ രശ്മികൾ ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം മന്ന 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 കേൾക്കുന്നുവോ
പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. ഈശോയിൽ ഏറെ സ്നേഹിക്കപ്പെടുന്ന സഹോദരി സഹോദരന്മാരെ, യോഹന്നാൻ്റെ ലേഖനം അതിൻ്റെ 1-ാം ലേഖനം 4-ാം അധ്യായം 7-ഉം 8-ഉം തിരുവചനം വായിക്കുമ്പോൾ അവിടെ പ്രധാനമായിട്ടൊരു കാര്യം നമ്മളെ ബോധിപ്പിക്കുന്നുണ്ട്. അത് പറയുന്ന ഇപ്രകാരമാണ്: സഹോദരരെ, നമുക്ക് പരസ്പരം സ്നേഹിക്കാം. സ്നേഹം ദൈവത്തിൽ നിന്നുള്ളവനാണ്. സ്നേഹിക്കുന്ന ഏവനും ദൈവത്തിൽ നിന്ന് ജനിച്ചവനാണ്. വീണ്ടും പറയുന്നു, സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല, കാരണം ദൈവം സ്നേഹമാണ്. യേശുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, സ്നേഹിക്കുന്ന ഏവനും, ശ്രദ്ധിക്കണേ, സ്നേഹിക്കുന്ന ഏവനും ദൈവത്തിൽ നിന്ന് ജനിച്ചവനാണ്. സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല. യോഹന്നാൻ ലേഖനം അതിൻ്റെ 3-ാം അധ്യായം 1 മുതൽ തിരുവചനങ്ങൾ വായിക്കുമ്പോഴും വീണ്ടും പറയുന്നുണ്ട്, കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മളോട് കാണിച്ചിരിക്കുന്നത്. ദൈവ മക്കളെന്ന് നാം വിളിക്കപ്പെട്ടിരിക്കുന്നു, നാം അങ്ങനെയാണ് താനും. നമ്മൾ ദൈവവചനം മുഴുവൻ വായിക്കുമ്പോൾ അവളെ വളരെ വ്യക്തമായിട്ട് കാണുന്നൊരു കാര്യം മറ്റൊന്നുമല്ല, ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ വലിയൊരു അഭിഷേകം മനുഷ്യനെ വാരി പൊതിയുന്നതാണ്. ആ യോഹന്നാൻ ലേഖനം വായിക്കുമ്പോൾ 1 യോഹന്നാൻ 4-ാം അധ്യായം 7 മുതൽ തിരുവചനങ്ങളിലെല്ലാം പറയുന്നൊരു കാര്യം ഇതാണ്: ആ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പരിപൂർണത നിറഞ്ഞു നിൽക്കുന്നു. നമ്മളൊരു ഇന്ന് ഈ കാലഘട്ടം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ കാര്യമാണ്. പ്രധാനമായിട്ടൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ സ്നേഹത്തിന് എവിടെയോ ഒരു കുറവ് വന്നിട്ടുണ്ട്. എവിടെയാണ് ഈ കുറവ് വന്നിരിക്കുന്നത്? വെളിപാടിൻ്റെ പുസ്തകം അതിൻ്റെ 2-ാം അധ്യായം 3-ഉം 4-ഉം തിരുവചനങ്ങൾ വായിക്കുമ്പോൾ അവിടുന്ന് യോഹന്നാൻ ശ്ലീഹ പറയുന്ന പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ട്. യോഹന്നാൻ ശ്ലീഹ പറയുന്ന പ്രധാനപ്പെട്ടൊരു കാര്യം ഇതാണ്: നിങ്ങൾക്ക് ക്ഷമാപൂർവം പിടിച്ചു നിൽക്കാനുള്ള എല്ലാ കഴിവുമുണ്ട്. നിങ്ങൾക്ക് എത്ര പീഡകൾ സഹിച്ചാലും നിങ്ങൾ തളരുകയില്ല. അതെനിക്ക് നിങ്ങളെക്കുറിച്ച് അറിയാം, നിങ്ങളെക്കുറിച്ച് എനിക്ക് നല്ല ബോധ്യമുണ്ട്. പക്ഷേ ശ്ലീഹ വളരെ വേദനയോടെ പറയുന്നൊരു കാര്യം മറ്റൊന്നുമല്ല, നിങ്ങൾക്ക് ആദ്യം ഉണ്ടായിരുന്ന സ്നേഹം നഷ്ടപ്പെട്ടു. അതുകൊണ്ട് നിങ്ങൾ പേടിക്കണ്ട. നിങ്ങൾ ഏത് അവസ്ഥയിൽ നിന്ന് വീണുപോയോ അതിൽ നിന്ന് വീണ്ടും നിങ്ങൾ ഒന്ന് ഉണർന്നെഴുന്നേക്കണം. എന്നെ കാണുന്ന സഹോദരങ്ങളെ, നമ്മളൊക്കെ ഒരുമിച്ച് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. പണ്ടൊക്കെ ഞാൻ ഓർക്കുകയാണ്, പ്രാർത്ഥനാ ഗ്രൂപ്പിലുണ്ടായിരുന്ന സ്നേഹവും കൂട്ടായ്മയും ഒക്കെ. ഞങ്ങൾ ചെറിയൊരു പ്രാർത്ഥനാ ഗ്രൂപ്പ് തുടങ്ങി. ആ ഗ്രൂപ്പിൽ എന്നും കൈകോർത്തുനിന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. ഒരാഴ്ച ഒരു വ്യക്തിയെ കണ്ടില്ലെങ്കിൽ ആ വ്യക്തിയെ അന്വേഷിച്ച് കിലോമീറ്ററുകൾ അകലകളെ പോകുമായിരുന്നു. ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. ഒരു കരുതലുണ്ടായിരുന്നു, ഒരു സ്നേഹമുണ്ടായിരുന്നു. ഇന്ന് ഒത്തിരി സ്നേഹം നഷ്ടപ്പെട്ടു പോയി. മറ്റെല്ലാ കൃപാവരങ്ങളും ഉണ്ട്. നമുക്കറിയാൻ സാധിക്കും, കൊറിന്തോസുകാർക്കെഴുതിയ ലേഖനം അതിൻ്റെ 1-ാം ലേഖനം 13-ാം അധ്യായം 1 മുതൽ തിരുവചനങ്ങൾ വായിക്കുമ്പോൾ നമുക്കറിയാം, സ്നേഹം അസൂയപ്പെടുന്നില്ല, സ്നേഹം ആത്മപ്രശംസ ചെയ്യുന്നില്ല, സ്നേഹം അഹങ്കരിക്കുന്നില്ല. തുറന്നുള്ള വചനങ്ങൾ വായിച്ച് താഴോട്ട് വരുമ്പോൾ പ്രധാനപ്പെട്ടൊരു കാര്യം പറയുന്നുണ്ട്: വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഇവ 3 നിലനിൽക്കുന്നു, എന്നാൽ സ്നേഹമാണ് സർവോത്കൃഷ്ടം. സ്നേഹമുള്ളവരെ, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ കാര്യമാണ്, നമ്മുടെയൊക്കെ കുടുംബത്തിൽ നിന്നും, നമ്മുടെയൊക്കെ സമൂഹത്തിൽ നിന്നും, നമ്മുടെയൊക്കെ കൂട്ടായ്മയിൽ നിന്നൊക്കെ എവിടെയോ ഒരു സ്നേഹത്തിനൊരു അകൽച്ച വന്നു. വചനം വ്യക്തമായിട്ട് പറയുന്നൊരു കാര്യമാണ്, സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല, കാരണം ദൈവം സ്നേഹമാണ്. എൻ്റെ ചെറുപ്പത്തിൽ ഞാനൊരു സംഭവം ഓർക്കുകയാണ്. ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഒരു അപ്പച്ചനും അമ്മച്ചിയും കൂടെ ഈ സാധനങ്ങളൊക്കെ വിൽക്കുവാനും വാങ്ങിക്കുവാനൊക്കെ വരുമായിരുന്നു. ഒരു പ്രായമായവരാ. അവർ 2 പേരും ഒരുമിച്ച് പോകുന്നത് കണ്ടിട്ടുള്ളൂ. അതുകൊണ്ട് നാട്ടിലുള്ള എല്ലാവരും കൂടെ അവർക്കൊരു പേരിടുമായിരുന്നു, ഇണപ്രാവുകൾ എന്ന്. ഞങ്ങൾ ചെറുപ്പത്തിലെ കുട്ടികളായിരുന്നപ്പോഴും ഇവരെ നോക്കി ഞങ്ങൾ സ്നേഹത്തോടെ വിളിക്കും ഇണപ്രാവുകൾ. പക്ഷേ അവരൊന്നും പ്രതികരിക്കുകയില്ല, സന്തോഷത്തോടെ മുന്നോട്ട് പോകും. അവർ ഒരു പൊതി ചോറുമായിട്ട് വരും. ഏതെങ്കിലും ഒരു മരത്തിൻ്റെ ചോട്ടിൽ നിന്ന് അവരൊരുമിച്ച് ഭക്ഷണം കഴിക്കും. എന്നിട്ട് അവർ വർത്തമാനം പറയും, വഴക്കൊക്കെ കൂടുന്ന കണ്ടിട്ടുണ്ട്. പക്ഷേ എപ്പോഴും അവർ പോകുന്ന ഒരുമിച്ചാണ്. ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ ഇന്ന് വരെ അവർ ഒറ്റയ്ക്ക് പോകുന്ന കണ്ടിട്ടില്ല. അവരിങ്ങനെ ഒരുമിച്ച് പോകുന്ന ഒരു കാഴ്ച ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്. ഒരിക്കൽ അവർ താമസിക്കാൻ അവർക്ക് വീടൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ എൻ്റെ വീട്ടിലൊക്കെ വരുമ്പോൾ എൻ്റെ ചാച്ചനൊക്കെ അവരോട് ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് മക്കളൊന്നുമില്ലേ? അപ്പോൾ അവർ പറയും, ഞങ്ങൾക്ക് മക്കളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഒരു കാലഘട്ടം കഴിയുമ്പോൾ അവരുടെ സ്നേഹം കുറഞ്ഞു, ഞങ്ങളെ അവർ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. അവരടുത്തുള്ളൊരു ടൗണിൽ ഒരു കടത്തിണ്ണയിൽ ഒരു സാരിയൊക്കെ വലിച്ചു കെട്ടി അവിടെയാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ അന്ന് പത്രമാധ്യമങ്ങളൊന്നും ഇത്രയും പുരോഗമിച്ചിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ നാട്ടുകാർ പറഞ്ഞൊരു സംഭവം ഓർക്കുകയാണ്. അതിൽ ഒരാൾ മരിച്ചുപോയി. അതെല്ലാവർക്കും വലിയ സങ്കടമായി. ഞാനൊന്ന് ചെറുപ്പത്തിൽ കിലോമീറ്ററുകൾ നടന്ന് അവിടെ ചെന്നപ്പോൾ ആ കാഴ്ച ദയനീയമായിരുന്നു. അതിൽ ഭാര്യ മരിച്ചവിടെ കിടക്കുകയാണ്. ആ ഭാര്യയുടെ ആ ശവശരീരത്തിലേക്ക് ഈ ഭർത്താവ് ഇതാ വേദനയോടെ സങ്കടത്തോടെ കെട്ടിപ്പിടിച്ച് കിടക്കുന്നു. കരളരിക്കുന്നൊരു കാഴ്ചയായിരുന്നു. എല്ലാവരും ഓർത്ത്, ദൈവമേ, ആ ഇണപ്രാവിൽ ഒന്ന് പറന്നുപോയി.
പരസ്പരം സങ്കടത്തോടെ തിരിച്ചു പോന്നു. ആ നാട്ടുകാരെല്ലാവരും കൂടി അടുത്ത ഒരു പൊതു ശ്മശാനത്തിൽ ആ ശവം മറവ് ചെയ്യാൻ വേണ്ടി ഇതാ ഈ ഭർത്താവിനെ പിടിച്ച് മാറ്റിക്കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യൻ തളർന്നു. ഞങ്ങളൊരു ആ സമയത്ത് ആ മനുഷ്യൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു. രണ്ടുപേരും ഒരുമിച്ച് മരിച്ചു. അവരെ ഒരുമിച്ച് ഒരു സ്ഥലത്താണ് അടക്കം ചെയ്തത്. ഇന്ന് ഓർക്കുക അവരുടെ ആ സ്നേഹം. അവർ ബൈബിൾ വായിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, അവർ പ്രാർത്ഥിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ അവരിൽ ദൈവമുണ്ടായിരുന്നു. ആ സ്നേഹത്തിലാണ് അവർ ഒരുമിച്ച് മുന്നോട്ട് പോയത്. നമ്മളൊരു ഇന്നത്തെ കാലത്ത് സ്നേഹം നഷ്ടപ്പെട്ടു. എവിടെ ചെന്ന് നോക്കിക്കേ, നമുക്കറിയാം വൃദ്ധസ്ഥാനങ്ങളൊക്കെ കൂടും. ഒരുപാട് വൃദ്ധസ്ഥാനങ്ങളിൽ ചെല്ലുമ്പോഴൊക്കെ അവിടെ ഒരു പരാതി മാത്രമേ ഉള്ളൂ, അവരെനിക്കൊന്നും തരണ്ട മക്കളെ, ഭക്ഷണം തരണ്ട, വേറൊന്നും തരണ്ട, എൻ്റെ കുഞ്ഞെന്നെ വിളിച്ചില്ലല്ലോ. കഴിഞ്ഞ ദിവസം ഞാനൊരു മാനസിക രോഗികളുടെ ഒരു സ്ഥാപനത്തിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു വ്യക്തി കരഞ്ഞുകൊണ്ട് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. ബ്രദറെ, 4 മക്കളുണ്ട് എനിക്ക്. ആ 4 മക്കളും എന്നെ ഉപേക്ഷിച്ചു. എൻ്റെ മൂത്ത കുട്ടിയെ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് വളർത്തിയതാണ്. അവൾ എന്നെ ചാച്ച എന്ന് വിളിക്കാൻ ഞാൻ കൊതിയാകുകയാണ്. ആ മനുഷ്യൻ്റെ കണ്ണീര് ഞാൻ ഓർക്കുകയാണ്. നമ്മുടെ ആ മനുഷ്യൻ വേറൊന്നും പറയുന്നില്ല, ചാച്ച എന്നത് വിളിച്ചാൽ മതി. സ്നേഹത്തിൻ്റെ കുറവ് വളരെ രൂഢമൂലമായിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ ഈ സ്നേഹം എങ്ങനെയാണ് ദൈവം നമുക്ക് തരുന്നത്? ദൈവവചനം വായിക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. റോമാക്കാർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം 5-ാം തിരുവചനം, ദൈവവചനം ഇപ്രകാരം പറയുന്നു: പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല, കാരണം ദൈവത്തിൻ്റെ സ്നേഹം പരിശുദ്ധാത്മാവ് വഴി നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുകയാണ്. കാരണം പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. കാരണം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ നിരാശ മാറണമെന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ സ്നേഹം നിറയണം. സ്നേഹമുള്ളവരെ, എൻ്റെ ജീവിതത്തിൽ എനിക്ക് പെട്ടെന്ന് നിരാശ വരുന്നൊരു വ്യക്തിയാണ്. എനിക്കൊരു ചെറിയ കാര്യം വന്നാൽ ഞാൻ പെട്ടെന്ന് നിരാശപ്പെടും. പക്ഷേ ഞാനൊരു കാര്യം ശ്രദ്ധിക്കാറുണ്ട്, ഞാൻ നിരാശപ്പെട്ട് അടിമപ്പെടാറില്ല. ഞാൻ പെട്ടെന്ന് അത് ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിറഞ്ഞ് ചാടി എഴുന്നേൽക്കാനുള്ളൊരു കൃപ ഞാൻ പെട്ടെന്ന് പ്രാർത്ഥിച്ച് സ്വീകരിക്കും. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഇപ്പോൾ നിങ്ങൾക്കൊരു പക്ഷേ ഏതെങ്കിലും ഒരു നിരാശയിലാണെങ്കിൽ നിങ്ങൾ നിരാശ കിടക്കരുത്. നിരാശപ്പെട്ട് കഴിഞ്ഞാൽ ഒരിക്കലും അവനൊരു ഉത്തേജനം കിട്ടത്തില്ല. ദൈവത്തിന് വചനം പറയുന്നു, പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. അപ്പം നിരാശ മാറാനൊരു മാർഗ്ഗമേ ഉള്ളൂ, അവന് പ്രത്യാശ ഉണ്ടായിരിക്കണം. എങ്ങനെയാണ് ഈ പ്രത്യാശ ലഭിക്കുന്നത്? ദൈവത്തിൻ്റെ സ്നേഹം ഓരോ ദിവസവും അവൻ്റെ ഹൃദയത്തിലേക്ക് എന്തുമാത്രം മഴ പോലെ ഒഴുകുന്നോ അതനുസരിച്ച് അവൻ്റെ ഹൃദയത്തിൽ ഒരു പ്രത്യാശ ജനിക്കുകയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം ഓരോ ദിവസവും ഹൃദയത്തിലേക്ക് നിറയണം. ഇതിനെക്കുറിച്ച് വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 22-23 തിരുവചനങ്ങളിൽ പറയുന്നു, ദൈവത്തിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല, അത് ഓരോ പ്രഭാതത്തിലും പുതിയതാണ്. ഒരു പുതിയ സ്നേഹം കൊണ്ട് എൻ്റെ ഹൃദയം അങ്ങോട്ട് നിറയണം. അത് നമ്മുടെ ദിവ്യബലിയും ആരാധനയും ജപമാലയും പ്രാർത്ഥനയും ഒക്കെ ചെല്ലുമ്പോൾ നാം പോലും അറിയാതെ ആ ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് അങ്ങോട്ട് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഈ സ്നേഹത്തിൽ നമ്മൾ അടിയുറച്ച് പാകി വളർന്നു കഴിഞ്ഞാൽ മാത്രമേ ദൈവത്തിൻ്റെ എല്ലാ കൃപാവരവും നമ്മൾ ലഭിക്കത്തുള്ളൂ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, നമ്മൾ ഇനി ചിന്തിക്കാൻ പോകുന്ന ഏറ്റവും വലിയ കാര്യമുണ്ട്. ഈ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയത്തിലേക്ക് ഇങ്ങനെ ഒഴുകുന്നത് ഒരു വ്യക്തി നോക്കിയിരിപ്പുണ്ട്. അത് മറ്റൊന്നുമല്ല, സാത്താനാണ്. അതുകൊണ്ടാണ് 1 പത്രോസ് അതിൻ്റെ 5-ാം അധ്യായം അതിൻ്റെ 6-7 തിരുവചനത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നു, നിങ്ങൾ സമചിത്തതയോടെ ഉണർന്നിരിക്കുവിൻ, നിങ്ങളുടെ ശത്രുവായ പിശാച് ആരെ വിഴുങ്ങണം എന്ന് കരുതി ചുറ്റിയടിച്ച് നടക്കുകയാണ്. സ്നേഹിച്ച് മുന്നോട്ട് പോകുമ്പോഴൊക്കെ പിശാചിന് ഒട്ടും ഇഷ്ടമില്ല. ശ്രദ്ധിച്ചോ, ഒരുപക്ഷെ നമ്മുടെ കൂട്ടായ്മയിലായിരിക്കാം, നമ്മുടെ സ്ഥാപനത്തിലായിരിക്കാം, കുടുംബത്തിലായിരിക്കാം, നമ്മൾ സ്നേഹത്തിൽ മുന്നോട്ട് പോകുമ്പോൾ സാത്താൻ ഇഷ്ടമില്ല. അവൻ എന്ത് ചെയ്യുന്നറിയാമോ? ഉണർന്നിരിക്കുക. അവൻ ചെയ്യുന്ന 3 കാര്യങ്ങളുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം അതിൻ്റെ 10-ാം അധ്യായം 10-ാം തിരുവചനം പറയുന്നു, കള്ളൻ വരുന്നത് 3 കാര്യങ്ങൾക്കാണ്. അത് 1 മോഷ്ടിക്കാൻ, 2 കൊല്ലാൻ, 3 നശിപ്പിക്കാൻ. അവൻ മോഷ്ടിക്കും. സ്നേഹമുള്ളവരെ, നമ്മുടെ ഹൃദയത്തിൽ ദൈവം നിക്ഷേപിച്ചതിനെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് പിശാചിൻ്റെ ഏറ്റവും വലിയ പരിപാടി. അതുകൊണ്ട് അവൻ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ആ സ്നേഹം മോഷ്ടിച്ച് കളയും. എന്നിട്ട് വേറൊരു സാധനം നമ്മുടെ ഉള്ളിലേക്ക് നിറയും. എന്നെ കേൾക്കുന്നവരെ, വളരെ ശ്രദ്ധിച്ച് നമ്മൾ കേൾക്കേണ്ട ഒരു ഭാഗമാണിത്. ഈ കാലഘട്ടത്തിന് ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഈ ദൈവത്തിൻ്റെ സ്നേഹം എങ്ങനെയാണ് ഒരു മനുഷ്യന് നഷ്ടപ്പെടുന്നതെന്ന് ദൈവത്തിൻ്റെ വചനം യോഹന്നാൻ്റെ ലേഖനം അതിൻ്റെ 1-ാം ലേഖനം അതിൻ്റെ 2-ാം അധ്യായം 15-ാം തിരുവചനം പറയുന്നു. ദൈവത്തിൻ്റെ സ്നേഹം എങ്ങനെയാണ് ഒരു മനുഷ്യന് നഷ്ടപ്പെടുന്നത്? അത് യോഹന്നാൻ ശ്ലീഹ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ഇങ്ങനെയാണ്, നിങ്ങൾ ലോകത്തെയോ ലോകത്തിലെ വസ്തുക്കളെയോ നിങ്ങൾ സ്നേഹിക്കരുത്. ദൈവം ചില അരുതുകൾ പറഞ്ഞിട്ടുണ്ട്. ആ അരുതിനപ്പുറത്തേക്ക് പോകരുത്. നിങ്ങൾ ലോകത്തെയോ ലോകത്തിലെ വസ്തുക്കളെയോ സ്നേഹിക്കരുത്, അരുത്. പിന്നെ വേറൊരു കാര്യം പറയുന്നുണ്ട്, ആരെങ്കിലും, കണ്ടോ, ശ്രദ്ധിക്കണേ, ആരെങ്കിലും ലോകത്തെ സ്നേഹിച്ചാൽ പിതാവിൻ്റെ സ്നേഹം അവനുണ്ടായിരിക്കുകയില്ല.
ലോകത്തെയും ദൈവത്തിൻ്റെ സ്നേഹവും കൂടെ ഒരുമിച്ച് അവന് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. അതുകൊണ്ട് ശ്രദ്ധിക്കണേ, ദൈവത്തിൻ്റെ സ്നേഹം നഷ്ടപ്പെടുന്നത് ലോകത്തിൻ്റെ സ്നേഹം അല്ലെങ്കിൽ വസ്തുവിൻ്റെ സ്നേഹം. ഒരു വസ്തുവിലേക്കൊരു സ്നേഹം നിറഞ്ഞു കഴിയുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം നഷ്ടപ്പെടുകയാണ്. ഈ അവസരത്തിൽ ഞാൻ ഓർക്കുകയാണ്, നമ്മളൊക്കെ ഒരുപക്ഷെ വായിച്ചിട്ടുണ്ടായിരിക്കാം, ലോകം ശരിക്കും കണ്ട ഒരു വ്യക്തിയാണ് അലക്സാണ്ടർ ചക്രവർത്തി. അലക്സാണ്ടർ ചക്രവർത്തിയുടെ കഥ പറയുന്ന ഇപ്രകാരമാണ്. അലക്സാണ്ടർ ചക്രവർത്തി ലോകം മുഴുവൻ കീഴടക്കാൻ, രാജ്യങ്ങളെല്ലാം കീഴടക്കാൻ വെമ്പൽ കൊണ്ട് പൂണ്ട് നടന്നൊരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിന് ലോകത്തോട് ഭയങ്കര അത്യാർത്ഥിയായിരുന്നു. ഓരോ രാജ്യങ്ങളും കീഴടക്കണം. അദ്ദേഹം ചെറുപ്രായത്തിൽ തന്നെ അനേകം രാജ്യങ്ങൾ ആ ചക്രവർത്തിയുടെ അധീനതയിലായി. ഓരോ രാജ്യങ്ങളും കീഴടക്കുമ്പോൾ അദ്ദേഹത്തിന് ആസക്തി കൂടിക്കൊണ്ടിരുന്നു. ഈ രാജ്യം കൂടെ. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഊണിലും ഉറക്കത്തിലും ഒറ്റ കാര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഈ രാജ്യം കൂടെ. ഒരു രാജ്യം കീഴടക്കി കഴിയുമ്പം അടുത്ത രാജ്യം സ്വന്തമാക്കാനുള്ള ധ്വര ഈ ചക്രവർത്തിയുടെ ഉള്ളിൽ ഇങ്ങനെ ആ ധ്വര പൊങ്ങി വന്നുകൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ചക്രവർത്തിയുടെ അമ്മ പറഞ്ഞു, മോനെ, എനിക്ക് നിന്നെ ഒന്ന് കാണണം, എനിക്ക് നിന്നോട് സംസാരിക്കണം, അതുകൊണ്ട് ഞാനിതാ വരട്ടെ. 24 മണിക്കൂർ അന്ന് കുതിരപ്പുറത്ത് യാത്ര ചെയ്താൽ ഈ ചക്രവർത്തിയുടെ അടുത്ത് സ്വന്തം അമ്മയ്ക്കെത്താം. അപ്പോൾ ഈ ചക്രവർത്തി പറഞ്ഞു, അമ്മേ, ഈ രാജ്യം കൂടെ, അടുത്ത രാജ്യം കൂടെ വെട്ടിപ്പിടിച്ച് കഴിയുമ്പോൾ നമുക്ക് അമ്മയായിട്ട് എനിക്ക് ഒത്തിരി സംസാരിക്കാനുണ്ട്, അമ്മയുടെ കൂടത്തിരിക്കാൻ ആഗ്രഹമുണ്ട്, അമ്മ അല്പം കൂടെ വെയിറ്റ്. അങ്ങനെ രാജ്യങ്ങൾ കീഴടക്കി മുന്നോട്ട് പോകുമ്പോൾ ഇതൊരു നിസ്സാര അസുഖം വന്ന് ആ മനുഷ്യൻ ചക്രവർത്തി തളർന്നു വീണു. അപ്പോൾ ഡോക്ടർമാരെല്ലാവരും വന്നു. അദ്ദേഹത്തിന് അതിനുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ടല്ലോ. ഡോക്ടർമാരെല്ലാം വന്ന് അതിന് വിദഗ്ധമായി പരിശോധന നടത്തിയിട്ട് പറഞ്ഞു, ചക്രവർത്തി, അങ്ങ് വിഷമിക്കരുത്, അങ്ങയുടെ ആയുസ് അങ്ങ് ഒരു 8 മണിക്കൂർ കഴിഞ്ഞാൽ ഇതാ മരിക്കാൻ പോവുകയാണ്. ഉടനെ ചക്രവർത്തി പറഞ്ഞു, ഇല്ലില്ല, എനിക്ക് നിങ്ങൾ എന്ത് ചികിത്സ പണി ചെയ്തു, എനിക്ക് പണം ഒരു പ്രശ്നമല്ല, എനിക്ക് ഇഷ്ടം പോലെ പണമുണ്ട്, സ്വത്തുണ്ട്, എല്ലാ സംവിധാനമുണ്ട്, എൻ്റെ അമ്മയെ എനിക്ക് കാണണം, എനിക്ക് അത്യാവശ്യമാണ്, എനിക്ക് അമ്മ ഇതാ കുതിരപ്പുറത്ത് പുറപ്പെട്ടിട്ടുണ്ട്, അമ്മ 24 മണിക്കൂറിനുള്ളിൽ ഇതാ എൻ്റെ അടുത്ത് വരും, എനിക്ക് അമ്മയൊന്ന് കാണണം. ഇതാ ഡോക്ടർമാർ പറഞ്ഞു, അവരുടെ വൈദ്യന്മാർ പറഞ്ഞു, ഞങ്ങൾ ദൈവങ്ങളൊന്നുമല്ല, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഞങ്ങളൊരു 8 മണിക്കൂർ കഴിഞ്ഞപ്പോൾ രാജാവ് മരിച്ചു. ഒരുപക്ഷെ നമ്മളൊക്കെ വായിച്ചിട്ടുണ്ട്, ഈ ചക്രവർത്തി മരിക്കുന്ന സമയത്ത് 2 കൈയും ആ ശവപ്പെട്ടിയുടെ പുറത്തേക്ക് ഇട്ടു വേണം അടക്കാൻ എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് മഹാരാജാവേ അങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ മഹാരാജാവ് പറഞ്ഞൊരു കാര്യമുണ്ട്, ചക്രവർത്തി പറഞ്ഞൊരു കാര്യമുണ്ട്, ഇതാ ഞാൻ ഈ ലോകത്തിൽ നിന്ന് പോകുമ്പോൾ ഒന്നും കൊണ്ടുപോകുന്നില്ല, ഒന്നും കൊണ്ടുപോകാൻ എന്നെക്കൊണ്ട് സാധ്യമല്ല. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ ശ്രദ്ധിക്കണം, ഇന്ന് പിശാചിൻ്റെ ഏറ്റവും വലിയ ടെക്നിക്കാണ് ദൈവസ്നേഹത്തിന് പകരം ലോകസ്നേഹം, വസ്തുസ്നേഹം മനുഷ്യൻ്റെ ഹൃദയത്തിലേക്ക് കുത്തി നിറയ്ക്കുമ്പോൾ അവൻ്റെ കണ്ണിന് മഞ്ഞളിപ്പായിത്തീരും. എന്തുകൊണ്ടാണ് ദൈവമായ കർത്താവ് നിങ്ങൾ ലോകത്തെ സ്നേഹിക്കരുതെന്ന് പറയാനുള്ള കാരണം? യോഹന്നാന്റെ ലേഖനം അതിൻ്റെ 5-ാം അധ്യായം 19-ാം തിരുവചനത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നു, ലോകം മുഴുവൻ ദുഷ്ടൻ്റെ ശക്തി വലയത്തിലാണ്. ഈ ലോകം മുഴുവൻ ദുഷ്ടൻ്റെ ശക്തി വലയത്തിലാണ്. ശ്രമിക്കുന്നത് നമുക്ക് പത്രമാധ്യമങ്ങൾ നടത്തി TV ഒന്ന് ഓൺ ചെയ്ത് നോക്കിക്കേ, ഓരോ മേഖലകളിലും സാത്താൻ പിടിമുറക്കിക്കൊണ്ടിരിക്കുക, മനുഷ്യൻ്റെ ജീവിതത്തിൽ സാത്താൻ പിടിമുറക്കിക്കൊണ്ടിരിക്കുക. ഈ ലോകം മുഴുവൻ ദുഷ്ടൻ്റെ അധീനതയിലായിരിക്കുകയാണ്. അതുകൊണ്ടാണ് പ്രത്യേകം പറയുന്നത്, ലോകത്തെ നിങ്ങൾ സ്നേഹിക്കരുത്, വസ്തുവിനെ നിങ്ങൾ സ്നേഹിക്കരുത്. ഈ കഴിഞ്ഞ ദിവസം എൻ്റെ പ്രിയപ്പെട്ടൊരു സഹോദരൻ, ഞങ്ങൾ വലിയ സുഹൃത്താണ്, അദ്ദേഹം ആധ്യാത്മികതയിലൊക്കെ വളർന്നൊരു മനുഷ്യനാണ്. അദ്ദേഹം ഈയിടെ വലിയൊരു ഒരു വേദനയിൽ അദ്ദേഹം എന്നെ ഫോൺ ചെയ്ത് പറഞ്ഞു, ബ്രദറെ പ്രത്യേകിച്ചൊന്ന് പ്രാർത്ഥിക്കണം. നല്ല രീതിയിൽ ശുശ്രൂഷ പോയിക്കൊണ്ടിരുന്നപ്പോഴത്തേനും ഞാനൊരു ബിസിനസ് മേഖലയിലേക്ക് തിരിഞ്ഞു. ആ ബിസിനസ് മേഖലയിൽ എനിക്ക് നല്ല അഭിവൃദ്ധിയായിരുന്നു, നല്ല ലാഭം ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും പറഞ്ഞു, നിൻ്റെ ശുശ്രൂഷ ഇതിലേക്ക് പോട്ടെ എന്ന് വെച്ചു. അദ്ദേഹം വളരെ ശാസ്ത്രീയമായ നല്ല ബുദ്ധിയും കഴിവുമുള്ളവനായിരുന്നു, നല്ല പഠിത്തമുള്ള വ്യക്തിയായിരുന്നു. അദ്ദേഹം ബിസിനസ് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു. എവിടെയോ ഒരു പാളിച്ച പറ്റി. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ എവിടെയൊക്കെയോ ചില പാളിച്ചകൾ പറ്റും, ചില തകർച്ചകൾ പറ്റാൻ സാധ്യതയുണ്ട്. അങ്ങനെ ബിസിനസ് ഒന്നൊന്നാകെ തകർന്നു. അദ്ദേഹത്തെ നേരത്തെ അഭിനന്ദന വാക്കുകൾ പറഞ്ഞവരെല്ലാം ശാപവാക്കുകളും ക്രൂരവാക്കുകളും ഒക്കെ പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ മനസ്സിനെ വിഷമിപ്പിക്കാൻ തുടങ്ങി. അദ്ദേഹം അതുകൊണ്ടൊന്നും തളർന്നില്ല. അദ്ദേഹം പറഞ്ഞു, എൻ്റെ മക്കളും ഭാര്യയും എൻ്റെ കൂട്ടയുണ്ട്. ലോകം മുഴുവൻ പറഞ്ഞോട്ടെ, എൻ്റെ മക്കളും ഭാര്യ അവർക്കറിയാം. കഴിഞ്ഞ ദിവസം അദ്ദേഹം വളരെ വേദനയോടെ എന്നെ വിളിച്ചൊരു കാര്യം പറഞ്ഞു, സ്നേഹമുള്ളവരെ, ബ്രദറെ, എൻ്റെ മക്കൾ ഈയിടെ തള്ളി പറഞ്ഞു, പപ്പ ഒറ്റ ഒരുത്തനാണ് ഈ പ്രശ്നങ്ങളൊക്കെ കാരണം, പപ്പ ഒറ്റ ഒരുത്തനാണ്, അതെൻ്റെ ഹൃദയം ഭേദിപ്പിച്ചു പോയി. അദ്ദേഹം കുറച്ചു നേരം ഫോണിലൂടെ എന്നെ വിളിച്ച് കരഞ്ഞു. നമ്മുടെ അതിനുശേഷം അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ ബ്രദറെ അല്പം ലോകത്തെ ഞാൻ സ്നേഹിക്കാൻ പോയി, ഞാൻ വസ്തുവിനെ സ്നേഹിക്കാൻ പോയി, അപ്പോൾ എൻ്റെ സ്നേഹം മാറി.
എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ ദൈവസ്നേഹത്തിൽ നിന്ന് അറിയാതെ, നാം പോലും അറിയാതെ ഡൈവേർട്ടായി പോകും. അങ്ങനെ പോകുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് വിചാരിച്ചാൽ നമ്മൾ ലോകത്തിൻ്റെക്ക് മാറിക്കഴിയുമ്പോൾ ദൈവസ്നേഹം നഷ്ടപ്പെട്ടു പോവുക. ഒന്നാമത്തെ കാര്യം ഓർക്കണം, ലോകത്തെയോ ലോകത്തിൻ്റെ വസ്തുക്കളെയോ, നമുക്ക് വസ്തുക്കളെ ഉപയോഗിക്കാൻ തന്നിട്ടുണ്ട്, എത്ര കാലം വേണേലും ഉപയോഗിക്കാം. പക്ഷേ വസ്തു നമ്മുടെ ദൈവമാകും. സ്വത്ത് നമ്മുടെ ദൈവമായി കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നു ഓർത്താൽ ദൈവത്തിൻ്റെ സ്നേഹം കുറയും. പിന്നെ എവിടെയായിരിക്കും? അതുകൊണ്ടാണ് വചനം പറയുന്നത്, നിൻ്റെ നിക്ഷേപം എവിടെയോ അവിടെയായിരിക്കും നിൻ്റെ ഹൃദയം. ശ്രദ്ധിക്കണേ, നിൻ്റെ നിക്ഷേപം എവിടെയോ അവിടെയായിരിക്കും നിൻ്റെ ഹൃദയം. അതുപോലെ തന്നെ അടുത്ത രണ്ടാമത്തെ കാര്യം ശ്രദ്ധിക്കണേ. ഒന്ന്, ദൈവത്തിൻ്റെ സ്നേഹം നഷ്ടപ്പെടുവാൻ ഒന്നാമത്തെ കാര്യം ലോകസ്നേഹം, വസ്തുസ്നേഹമാണെന്ന് 1 യോഹന്നാൻ 2:15 പറഞ്ഞിട്ടുണ്ടെങ്കിൽ, രണ്ടാമത്തെ കാര്യം ദൈവത്തിൻ്റെ സ്നേഹം ഒരു മനുഷ്യനിൽ നിന്ന് കുറയുവാനുള്ള പ്രധാനപ്പെട്ട കാര്യം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം അതിൻ്റെ 10-ാം അധ്യായം 37-38 തിരുവചനങ്ങൾ വായിക്കുമ്പോൾ ദൈവമായ കർത്താവ് വളരെ വ്യക്തമായിട്ട് നമ്മളോട് പറയുന്നൊരു കാര്യമുണ്ട്. എന്നേക്കാൾ അധികം അപ്പനെയോ അമ്മയെയോ സഹോദരനെയോ സഹോദരിയോ സ്നേഹിക്കുന്നവൻ എനിക്ക് യോഗ്യനല്ല. നിങ്ങളൊരു ശ്രദ്ധിക്കണം, വ്യക്തി സ്നേഹം ദൈവത്തെക്കാൾ ഉപരി ഇന്ന് മനുഷ്യൻ ചില വ്യക്തികളിലേക്ക് സ്നേഹം നിറയ്ക്കാൻ തുടങ്ങി, ചില വ്യക്തികളെ ഉൾക്കൊള്ളാൻ തുടങ്ങി, വ്യക്തികളുമായിട്ട് സ്നേഹം കൂടാൻ തുടങ്ങി, ഒന്നാം സ്ഥാനം വ്യക്തികൾക്ക് കൊടുക്കാൻ തുടങ്ങി, ദൈവത്തെക്കാൾ ഉപരിയായിട്ട് വ്യക്തിയെ പൂജിക്കാൻ തുടങ്ങി. ആ വ്യക്തിയെ ഉൾക്കൊള്ളാൻ പറ്റാതെ വന്നു കഴിഞ്ഞാൽ അത് വലിയൊരു ശത്രുതയായിട്ട് മാറും. ഞാൻ ഒരിക്കൽ ന്യൂസ് പേപ്പറിൽ ഒരു സംഭവം ഓർക്കുകയാണ്. ലോക പ്രശസ്തയായ സുന്ദരി പട്ടം കിട്ടിയൊരു വ്യക്തി ഇത് ഡൽഹി തെരുവീതിയിലൂടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നൊരു കാഴ്ചയുണ്ടായിരുന്നു. പേപ്പറിൽ ഒരു റിപ്പോർട്ട് ചെയ്തത്. അവൾ ലോക സുന്ദരിപ്പട്ടം കിട്ടിയതായിരുന്നു, ലോകത്തിൻ്റെ വലിയ ആരാധന അവൾക്ക് കിട്ടിയതായിരുന്നു. അങ്ങനെ അവൾ വിവാഹം കഴിച്ചിട്ട് ആദ്യത്തെ വിവാഹമോചനത്തെ കലാശിച്ചു. അവൾ ഓർത്തു, എനിക്ക് അടുത്ത വ്യക്തി സ്നേഹം തരുമായിരിക്കും. അവൾ 2ാമത് വിവാഹം കഴിച്ചു, 3ാമത് വിവാഹം കഴിച്ചു. അവരൊന്നും ഈ വ്യക്തിയെ സ്നേഹിക്കുകയല്ല ചെയ്തത്, ഇഷ്ടപ്പെടുകയാണ് ചെയ്തത്. കാരണം ദൈവത്തിൽ നിന്ന് സ്നേഹം കിട്ടാതെ എങ്ങനെ കൊടുക്കാൻ സാധിക്കും? സ്നേഹമുള്ളവർ, ഈ സ്നേഹം ദൈവത്തിൽ നിന്ന് ലഭിക്കുന്നവർക്കെ മറ്റുള്ളവർക്ക് കൊടുക്കാൻ സാധിക്കത്തുള്ളൂ. അവസാനം ഈ സ്ത്രീക്ക് മനസ്സിലായി, ലോകത്തിൽ ആരും സ്നേഹിക്കുന്നവരില്ല, എല്ലാ സ്നേഹത്തിലും കാപട്യമാണ്. എന്നിട്ട് നിങ്ങൾക്കറിയണോ, കൊക്കൈൻ എന്ന് പറഞ്ഞ് ഏറ്റവും മയക്കുമരുന്ന് ആയ സാധനം ഉപയോഗിച്ച് അവിടെ സമതല തെറ്റി ഡൽഹി തെരുവീതിയിലൂടെ ഒരു ഭ്രാന്തിയെപ്പോലെ മുടിയൊക്കെ വളർത്തി അവൾ നടന്നു. ആരും അവളെ തിരിച്ചറിഞ്ഞില്ല കേട്ടോ. ഇതാണ് ലോകസുന്ദരിപ്പട്ടം കിട്ടിയ വ്യക്തി. ആരും അവളെ തിരിച്ചറിഞ്ഞില്ല. അവസാനം അവിടെയുള്ളവരെ അവളെ പിടിച്ചു കെട്ടി മുടിയൊക്കെ മുറിച്ച് ഒരു ആശ്രമത്തിൽ കൊണ്ടേയാക്കി. അപ്പോഴാണ് ആൾക്കാർ തിരിച്ചറിഞ്ഞത്, ലോകത്തിൽ ഒരു കാലത്ത് ആരാധന അർപ്പിച്ച വ്യക്തിയായിരുന്നു, അനേകം പേരെ ആരാധകരെ കൊണ്ട് നിറഞ്ഞ വ്യക്തിയായിരുന്നു. കണ്ടോ, ഈ വ്യക്തി ഒന്നുമില്ലാത്തതിന് കാരണം അവൾ പ്രതീക്ഷിച്ചത് കിട്ടിയില്ല. പ്രതീക്ഷിച്ചത് കിട്ടണമെങ്കിൽ സ്നേഹം. കണ്ടോ, വ്യക്തിയോട് സ്നേഹം കൂടിപ്പോയി. ഇന്ന് ചിലർക്ക് അറ്റാച്ച്മെൻറ്റ് കൂടുതലാണ്. സ്നേഹമുള്ളവർ, ചില അറ്റാച്ച്മെൻറ്റ് കൂടുതലാണ്. നമുക്കൊക്കെ അറിയാം, പഞ്ചസാരയ്ക്ക് രുചിയുണ്ട്, കളറുണ്ട്, ടേസ്റ്റ് ഉണ്ട്. പഞ്ചസാര ഇട്ട രുചിയുണ്ട്. ഈ പഞ്ചസാര അല്പം നിങ്ങളെടുത്ത് ഒരു ഓട്ടു പാത്രത്തിലിട്ട് അടുപ്പിലിട്ടൊന്ന് ചൂടാക്കിക്കേ. നന്നായിട്ട് ചൂടാക്കി കുറച്ച് നേരം കഴിയുമ്പോൾ ആ പഞ്ചസാരയുടെ കളറ് കാർബണായി മാറും. ആ കാർബണായ ആ പഞ്ചസാരയ്ക്ക് ഒരിക്കലും മധുരം കിട്ടത്തില്ല, രുചി കിട്ടത്തില്ല, കളറ് കിട്ടത്തില്ല, എത്ര നോക്കിയാലും കിട്ടത്തില്ല സ്നേഹമുള്ളിൽ. അത് പിന്നെ കാർബണായി വസ്തുവായി തീർന്നു. ഇതുപോലെയാണ് നമ്മുടെ ജീവിതത്തിലെ ആ സ്നേഹം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, ആ സ്നേഹം കൊടുക്കൽ തീർന്നു കഴിഞ്ഞാൽ നമ്മൾ വിഷവസ്തുവായി തീരും. വ്യക്തി സ്നേഹം ദൈവത്തെക്കാൾ ഉപരി നിങ്ങൾക്ക് അപ്പനോടാണോ, അമ്മയോടാണോ, സഹോദരങ്ങളോടാണോ, മക്കളോടാണോ, അത് വലിയ വില കൊടുക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് മർക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ 12-ാം അധ്യായം 30-ാം തിരുവചനം പറയുന്നു, നീ പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ആത്മാവോടെ, സർവ്വശക്തിയോടെ എന്നെ സ്നേഹിക്കണം. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം, ദൈവത്തെ കുറച്ചുകൂടെ സ്നേഹിക്കാൻ, ഓരോ പ്രഭാതത്തിലും അല്പം കൂടെ ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ, ലോകത്തേക്കാൾ ഉപരി, മറ്റ് വ്യക്തികളെക്കാൾ ഉപരി, ബന്ധങ്ങളെക്കാൾ ഉപരി, വസ്തുക്കളേക്കാൾ ഉപരി, സ്വത്തിനേക്കാൾ ഉപരി, കർത്താവേ നിന്നെ കൂടുതൽ സ്നേഹിക്കുവാനുള്ള വലിയൊരു അഭിഷേകവും കൃപയും എനിക്ക് തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മധ്യസ്ഥ നേടി പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കുരിശ് രക്ഷയുടെ അടയാളമാണ്. സ്നേഹത്തിൻ്റെയും പങ്കുവെക്കലിൻ്റെയും മഹത്തായ അനുഭവം. ആ വലിയ രക്ഷയുടെ സാന്നിധ്യം
നമ്മുടെ ജീവിതത്തെ സമ്പൂർണ്ണമാക്കട്ടെ. ഏവർക്കും ക്രിസ്തു സ്നേഹവും സമാധാനവും നേരുന്നു. പ്രാർത്ഥനയിൽ നമുക്ക് പരസ്പരം ഓർമ്മിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. eldroyvision.uae@gmail.com. ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം, അതിരുകൾ ഭേദിക്കും സ്നേഹത്തിൻ്റെ രശ്മികൾ. ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം. മന്ന മന്ന